നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ പേപ്പറിലെ ബഡ്ജറ്റ് മാനുവൽ ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 39ാമത്തെ ക്ലാസ്സാണ് ഈ പേപ്പറിന്റെ. നമ്മൾ ഇന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദി ബഡ്ജറ്റ്. നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, 4 ബഡ്ജറ്ററി സ്റ്റേജുകളിലെ ഓരോ സ്റ്റേജും എടുത്തുള്ള എക്സ്പ്ലനേഷനാണ് ഇനി അങ്ങോട്ട് ഈ KBM-ൽ അഥവാ കേരള ബഡ്ജറ്റ് മാനുവലിലുള്ളത്. അപ്പോൾ അതിൽ പ്രിപ്പറേഷൻ പ്രോസസ്സാണ്, അതായത് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രീതിയാണ് നമ്മൾ പറയും. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ കേരള ബഡ്ജറ്റ് മാനുവൽ അനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ധനകാര്യ വകുപ്പാണ്. അപ്പം അതിൽ കുറേ ഘട്ടങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് എസ്റ്റിമേറ്റുകൾ സമർപ്പിക്കലാണ്. അപ്പോൾ വിവിധ വകുപ്പുകളിലെ മേധാവികളും മറ്റ് എസ്റ്റിമേറ്റിംഗ് ഓഫീസർമാരും തങ്ങളുടെ വകുപ്പിൻ്റെ കീഴിലുള്ള വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും കണക്കുകൾ ധനകാര്യ വകുപ്പിന് സമർപ്പിക്കുന്നു. അതിനുശേഷം വരുന്നത് അതിൻ്റെ ഒരു കോർഡിനേഷനാണ്, അല്ലെങ്കിൽ ഏകോപനം എന്ന് നമുക്ക് പറയാം. അതിൽ ഈ കൊടുത്ത കണക്കുകൾ, വരവിൻ്റെയും ചെലവിൻ്റെയും ഒക്കെ കണക്കുകൾ പരിശോധിക്കും. എന്നിട്ട് അതിനെ ഒരു കൺസോൾഡേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ക്രോഡീകരിച്ചിട്ട് ഡിമാൻഡ് ഫോർ ഗ്രാൻസ് എന്ന പേരിൽ വിശദമായ ബജറ്റ് എസ്റ്റിമേറ്റുകൾ ധനകാര്യ വകുപ്പ് തയ്യാറാക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, യഥാർത്ഥ ചെലവും വരുമാനവും കണക്കാക്കി പരമാവധി കൃത്യത ഉറപ്പുവരുത്തുക എന്നതാണ് ബജറ്റ് തയ്യാറാക്കുമ്പോഴുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൽ പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാർട്ട് 2 സ്കീമുകൾ. അതായത് ഈ കേരള ബജറ്റ് മാനുവലിൽ വിവിധ പ്രൊപ്പോസലുകളെ സാധാരണയായിട്ട് 2 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാറുണ്ട്. അതിൽ പാർട്ട് 1 എന്ന് പറയുന്നത്, അത് നിലവിലുള്ള സ്കീമുകൾക്കും പദ്ധതികൾക്കും ആവശ്യമായ തുടർച്ചയായ ചെലവുകളാണ് ഈ പാർട്ട് 1 വരുന്നത്. അതൊരു റെക്കറിങ് പോലെ അങ്ങ് നടക്കുന്ന. പക്ഷെ പാർട്ട് 2 അങ്ങനെയല്ല. പാർട്ട് 2 നമ്മൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. പാർട്ട് 2 എന്താണ്? ഇപ്പൊ പാർട്ട് 2 എന്താണെന്ന് പറയുന്നത്, പുതിയ പദ്ധതികളെ സൂചിപ്പിക്കുന്നതാണ് പാർട്ട് 2. ഈ പാർട്ട് 2-ലാണ് പുതിയ പദ്ധതികളും പരിപാടികളും ഒക്കെ വരുന്നത്. ഇപ്പോ ബജറ്റ് തയ്യാറാക്കുമ്പോൾ നിലവിലുള്ള പദ്ധതികൾക്ക് പുറമെ പുതിയതായിട്ട് ആവിഷ്കരിക്കുന്ന വികസന പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ സ്കീമുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. പാർട്ട് 2 എന്ന വിഭാഗത്തിലാണ് ഇത് വരുന്നത്. അതായത് പുതുതായിട്ട് ആവിഷ്കരിക്കുന്ന വികസന പദ്ധതികളും പുതുതായിട്ട് ആവിഷ്കരിക്കുന്ന വികസന പദ്ധതികളെ വേറൊരു വാക്ക് ഉപയോഗിച്ച് നമ്മൾ പറയും, അതാണ് പുതിയ സ്കീമുകൾ. ആ സ്കീമുകളും ഏതിൽ വരുന്നു? പാർട്ട് 2 വിഭാഗത്തിൽ വരുന്നു. ഇപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ പുതിയതായിട്ട് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് സർക്കാർ പ്രത്യേക അംഗീകാരവും തുകയും വകയിരുത്തുന്നത് ഈ വിഭാഗത്തിലൂടെയാണ്. അതായത് പാർട്ട് 2 എന്ന് പറയുന്ന വിഭാഗത്തിലൂടെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ വകുപ്പുകൾ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങളിൽ നിലവിലുള്ളവ പാർട്ട് 1-ലും കൊടുക്കും, പുതിയതായി നിർദ്ദേശിക്കുന്ന പദ്ധതികൾ പാർട്ട് 2-ലും പെടുത്തും. ഇത് ശരിക്കും അതാത് വകുപ്പുകളുടെ മുൻഗണനയും സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ പരിഗണിച്ചിട്ടാണ് ഇത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഒരുപാട് നിർദ്ദേശങ്ങളും പദ്ധതികളും ഇതൊക്കെ വരുമെങ്കിലും നമുക്ക് മുഴുവനായിട്ടും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അത് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഒക്കെ പരിഗണിച്ചിട്ടാണ്. ഇനി
നമുക്ക് ഈ പാർട്ട് ടു സ്കീമുകൾ എല്ലാ വർഷവും ഒക്ടോബർ 1-നോ അതല്ലെങ്കിൽ കാല അതാത് സമയങ്ങളിൽ ധനകാര്യ വകുപ്പ് പ്രഖ്യാപിക്കുന്ന തീയതിക്കോ മുമ്പ് ഭരണവകുപ്പിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തെ ബജറ്റിൽ സ്കീം ഉൾപ്പെടുത്തുന്നതിന് പ്രസ്തുത പാർട്ട് ടു സ്കീം പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ പാർട്ട് ടു സ്കീമുകൾ എപ്പോഴും എല്ലാ വർഷവും ഒക്ടോബർ 1-ന് മുമ്പ് തന്നെ എവിടെ എത്തണം? ഭരണവകുപ്പിൽ എത്തിയിരിക്കണം. അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം. ഇനി അടുത്തതിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട പദ്ധതികൾ ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, അതിനാണല്ലോ നമ്മൾ പുതിയ പരിപാടികൾക്കും പദ്ധതികൾക്കുമാണ് നമ്മൾ ഒരൊറ്റ പേര് പറഞ്ഞ സ്കീം എന്ന് പറഞ്ഞത്. അപ്പോൾ സ്കീം ഐഡന്റിഫൈ, അതായത് നിർദ്ദേശിക്കപ്പെട്ട പദ്ധതികൾ ഒരു ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയാണ്. അത് ഒരു ബജറ്റ് വർഷത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രത്യേക പദ്ധതികളെയാണ് സ്കീം ഐഡന്റിഫൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബജറ്റ് വർഷത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രത്യേക പദ്ധതികളാണ് എന്ത്? സ്കീം ഐഡന്റിഫൈഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. പിന്നെ സർക്കാരിൻ്റെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനുകളാണ് ഈ സ്കീം ഐഡന്റിഫൈഡ് എന്ന് പറയുന്നത്. ഏതെല്ലാം പദ്ധതികൾക്ക് മുൻഗണന നൽകണം, അവയ്ക്കായി എത്ര തുക വകയിരുത്തണം എന്നത് ഈ ഘട്ടത്തിലാണ്, ഈ സ്കീം ഐഡന്റിഫൈഡ് എന്ന് പറയുന്ന ആ ഘട്ടത്തിലാണ് തീരുമാനിക്കുന്നത്. അടുത്ത് നമ്മൾ പറയാനുള്ളത് ബജറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിൻജൻസീസാണ്. കണ്ടിൻജൻസീസ് എന്ന് പറയുന്ന അതിൻ്റെ മലയാളം ശരിക്കും എന്താ? ഈ അടിയന്തര ചെലവുകൾ എന്നാണ്. അപ്പോൾ ഈ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായി സംഭവിക്കാവുന്നതോ ആയ ചെലവുകൾ വരും. അങ്ങനെയുള്ള ചെലവുകൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന തുകയാണ് ഈ കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. അതായത് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി സംഭവിക്കാവുന്നതോ ആയ ചെലവുകൾക്കായിട്ട് നീക്കി വെക്കുന്ന തുകയാണ് ഏത് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബജറ്റ് തയ്യാറാക്കുമ്പോൾ എല്ലാ ചെലവുകളും കൃത്യമായി കണക്കാക്കാൻ കഴിയില്ല. അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ വിഹിതം കണ്ടിൻജൻസി ഫണ്ടായിട്ട് മാറ്റിവെക്കുക ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ ബജറ്റിൽ നമുക്ക് ഈ കണ്ടിൻജൻസി ഫണ്ട് ഇത്ര വേണം എന്നൊന്നും പ്രവചിക്കാൻ പറ്റില്ല. അപ്രതീക്ഷിതമായി സംഭവിക്കുമോ സംഭവിക്കാതിരിക്കുമോ അല്ലെങ്കിൽ പ്രവചിക്കാൻ കഴിയാത്ത ചെലവുണ്ടാവുമോ ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാനോ കണക്ക് കൂട്ടാനോ ഒന്നും അത്തരം കാര്യങ്ങളിൽ കഴിയില്ല. അതുകൊണ്ട് ബജറ്റ് തയ്യാറാക്കുമ്പോൾ എല്ലാ ചെലവുകളും കൃത്യമായി കണക്കാക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ അനാമത്ത് ചെലവുകൾ, അപ്പോൾ എന്ത് ചെയ്യും? ബഡ്ജറ്റിൽ ഒരു ചെറിയ വിഹിതം കണ്ടിൻജൻസി ഫണ്ടായിട്ട് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ചാൽ ആ ഫണ്ടിൽ നിന്ന് നമുക്ക് ഇത്തരം ചെലവുകൾ വിനിയോഗിക്കാൻ വേണ്ടി കഴിയും. ഇനി ഗ്രാൻഡ് ഇൻ എയ്ഡ് റെക്കറിംഗ് ആണ് അടുത്തത്. ഗ്രാൻഡ് ഇൻ എയ്ഡ് റെക്കറിംഗ്, അതായത് ഗ്രാൻഡ് റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ ആവർത്തന സ്വഭാവമുള്ള സഹായധനം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഗ്രാൻഡ് ഇൻ എയ്ഡ് റെക്കറിംഗ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് തുടർച്ചയായിട്ട് നൽകേണ്ടി വരുന്ന സാമ്പത്തിക സഹായമാണിത്. ഇതിനെ റെക്കറിംഗ് എന്ന് വിളിക്കാൻ കാരണം ഇതൊരു ഒറ്റത്തവണ ചെലവല്ല, മറിച്ച് ശമ്പളം, വാടക, വൈദ്യുതി ബില്ല്, അറ്റകുറ്റപ്പണികൾ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഓരോ വർഷവും കൃത്യമായ ഇടപെടലുകളിൽ നൽകേണ്ടി വരുന്നതാണ്. ഒരു മാസമായാലും വർഷമായാലും അത് കൃത്യമായ ഇടവേളയിൽ നൽകിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റെക്കറിംഗ് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഗ്രാൻഡ് ഇൻ എയ്ഡ് റെക്കറിംഗ് എന്ന് പറയുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾ, ഒരു സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് തുടർച്ചയായിട്ട് നൽകേണ്ടി വരുന്ന സാമ്പത്തിക സഹായമാണ്. ഇനി നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഇത്തരം ടേംസ് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ലോൺസിനെ കുറിച്ചാണ് പറയേണ്ടത്. ഇപ്പോൾ ലോൺസ് അല്ലെങ്കിൽ വായ്പകൾ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട്
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ തീർക്കുന്നതിനായിട്ട് മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് കടം വാങ്ങുന്ന തുകയാണ് ഈ ലോൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ വായ്പകളെ രണ്ട് രീതിയിൽ കാണാം. ഇപ്പൊ വായ്പ വാങ്ങുന്നത് വരവായിട്ട് കണക്കാക്കുന്നുണ്ട്, വായ്പ തിരിച്ചടയ്ക്കുന്നത് ചെലവായിട്ടും കണക്കാക്കുന്നു. ഈ ചെലവില് മുതലും പലിശയും വരും. അപ്പോൾ ഈ വായ്പ വാങ്ങുന്നത് എന്തായി വരും? വരവ്, അത് അക്കൗണ്ടിങ് ആണ്, അത് വരവായിട്ട് കണക്കാക്കുന്നു. തിരിച്ചടയ്ക്കുന്നത് ചെലവായിട്ടും കണക്കാക്കുന്നു. ഇനി നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്, അതായത് വർക്ക്സ് എന്ന് പറയുന്ന വിഭാഗം. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ചെലവുകളെയാണ് ശരിക്കും വർക്ക്സ് എന്ന വിഭാഗത്തിൽ വരുന്നത്. ഒരു ഇൻഫ്രയൊക്കെ അതിൽ വരുന്നതാണ്, ഇൻഫ്രാസ്ട്രക്ചർ. ഇത് പ്രധാനമായിട്ടും ശരിക്കും ആ അസറ്റ് സൃഷ്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ അസറ്റ് അല്ലെങ്കിൽ ആസ്തികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ കെട്ടിട നിർമ്മാണം, റോഡുകൾ, പാലങ്ങൾ, ഇവയുടെ പണി, പുതിയ യന്ത്രസാമഗ്രികൾ വാങ്ങുന്നത്, ഇതെല്ലാം അസറ്റുകളാണ്. നിലവിലുള്ളവയുടെ വലിയ രീതിയിലുള്ള നവീകരണം, മേജർ റിപ്പയർസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ബജറ്റ് തയ്യാറാക്കൽ പ്രക്രിയയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നവയാണ്. ഇനി നമ്മൾ ഈ ബജറ്റ് തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ പാർട്ടി ടു സ്കീമുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. പാർട്ടി ടു സ്കീമുകൾ എന്ന് പറയുന്നത് പുതിയ പദ്ധതികളാണ്. അത് പിന്നെ പാർട്ടി ടു സ്കീമുകൾ ഉൾപ്പെടുത്തുന്നതിനും അവ അംഗീകരിക്കുന്നതിനും ബജറ്റ് തയ്യാറാക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു നടപടിക്രമം ഉണ്ട്. അത് കേരള ബജറ്റ് മാനുവൽ പ്രകാരം ഭരണവകുപ്പും, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും ധനകാര്യ വകുപ്പും നടത്തുന്ന താഴെ പറയുന്ന രീതിയിൽ, ഞാനിപ്പോൾ പറഞ്ഞുതരാം, അതിൻ്റെ രീതിയിലാണ് പരിശോധനകൾ. ആദ്യം സ്കീമുകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്, അതായത് പാർട്ടി ടു സ്കീമുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി രണ്ട് കൂട്ടരുമുണ്ട്. അതായത് ഭരണവകുപ്പിൻ്റെയും ധനകാര്യ വകുപ്പിൻ്റെയും സ്ക്രൂട്ടിനികളുണ്ട്. അതായത് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധനയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയാണ്ട് ഭരണവകുപ്പിൻ്റെ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ക്രൂട്ടിനി, ഭരണവകുപ്പിന്റെ പരിശോധന എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ പറയുമ്പോൾ ഏതൊരു പുതിയ പദ്ധതിയും ആദ്യം അത് ആദ്യം ആരുടെ കയ്യിൽ എത്തുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഭരണവകുപ്പാണ് അത് പരിശോധിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ഏതൊരു പുതിയ പദ്ധതി പരിശോധിക്കുന്നത്. അത് പാർട്ടി ടൂയിലേക്ക് വരേണ്ട ഏതൊരു പുതിയ പദ്ധതിയും ആദ്യം പരിശോധിക്കുന്നത് ഭരണവകുപ്പാണ്. അത് പരിശോധിക്കുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതിൻ്റെ ഒരു ആവശ്യകതയും ലക്ഷ്യവുമാണ്. ആ പദ്ധതിയുടെ ഒരു ആവശ്യകതയും ലക്ഷ്യവുമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആദ്യം പരിശോധിക്കുക. പിന്നെ പല ചോദ്യങ്ങൾ അതിലുണ്ട്. പ്രസ്തുത ഈ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണോ, വകുപ്പിന്റെ നിലവിലെ നയങ്ങളുമായും ലക്ഷ്യങ്ങളുമായും ഇത് യോജിക്കുന്നുണ്ടോ എന്നൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കും. അതിനുശേഷം പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതികവും പ്രായോഗികവുമായുള്ള സാധ്യതകൾ ഭരണവകുപ്പ് വിലയിരുത്തും. അതും കഴിഞ്ഞാൽ ഇതിനൊരു മുൻഗണന കൊടുക്കും. ഈ മുഴുവൻ പദ്ധതികളും ഒരുപക്ഷെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിന് ഒരു മുൻഗണന നിശ്ചയിക്കും. അപ്പോൾ ഒരു വകുപ്പിന് കീഴിൽ നിരവധി പുതിയ പദ്ധതികൾ ശരിക്കും ഉണ്ടാകാം. ഇപ്പം ലഭ്യമായ വിഭവങ്ങൾ വെച്ച് ഏതു പദ്ധതിക്കാണ് കൂടുതൽ മുൻഗണന നൽകേണ്ടതെന്ന് ഭരണവകുപ്പാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ വകുപ്പ് തലവനിൽ നിന്നും, അതായത് HOD, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ പരിശോധിച്ച ശേഷം ഭരണവകുപ്പ് തങ്ങളുടെ സെക്രട്ടറിയുടെ അനുമതിയോടെ ഈ സ്കീമുകൾ ധനകാര്യ വകുപ്പിന്റെ പരിശോധനയ്ക്കായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഘട്ടം ഭരണവകുപ്പിന്റെ പരിശോധന ഈ രീതിയിൽ തീരും. രണ്ടാമത് എത്തുന്നത് ധനകാര്യ വകുപ്പിന്റെ പരിശോധനയാണ്. അതായത്
ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ക്രൂട്ടിനി. ഈ ഭരണവകുപ്പിൽ നിന്നും ഇങ്ങനെ വരുന്ന ഇത്തരത്തിലുള്ള പാർട്ട് ടു സ്കീമുകൾ, അതായത് പുതിയ പദ്ധതികൾ, ധനകാര്യ വകുപ്പ് വളരെ കർശനമായിട്ട് പരിശോധിക്കും. അപ്പൊ ധനകാര്യ വകുപ്പ് അങ്ങനെ വളരെ കർശനമായിട്ട് പരിശോധിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതിന് സാമ്പത്തിക അച്ചടക്കം നിർബന്ധമായിട്ട് ധനകാര്യ വകുപ്പാണ് പാലിക്കേണ്ടത്. അത് അതുകൊണ്ടാണ് അത് വളരെ കർശനമായി പരിശോധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പദ്ധതികൾക്കായിട്ട് ആവശ്യപ്പെടുന്ന തുക അമിതമാണോ, ഇനി ബജറ്റിൽ അത്രയും തുക ഉണ്ടോ, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ധനകാര്യ വകുപ്പ് പരിശോധിക്കുന്നത്. ഇനി പദ്ധതി വഴി ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടവും ചെലവും തമ്മിലുള്ള അനുപാതം പരിശോധിക്കും. അപ്പൊ ഇത്രയും ചെലവഴിച്ചിട്ട് എന്ത് നേട്ടം ഉള്ളത്, അപ്പൊ അതിനൊരു റേഷ്യോ വെച്ചിട്ട് നമുക്കത് പരിശോധിക്കാം. പദ്ധതി വഴി ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടവും ചെലവും തമ്മിലുള്ള അനുപാതം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുതിയ സ്കീമുകൾക്ക് സർക്കാർ സ്ഥലത്തിൽ നയപരമായ അനുമതി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ചില പദ്ധതികളും പ്രവർത്തനങ്ങൾക്കും നയപരമായ സർക്കാരിൻ്റെ, അതായത് വലതുപക്ഷ ഇടതുപക്ഷ സർക്കാരുകൾ വരുമ്പോൾ അവരുടെ നയങ്ങളും പരിപാടികൾക്കും അനുസൃതമായിട്ടാണോ ഈ പദ്ധതികൾ ഉള്ളത് എന്നൊക്കെ പരിശോധിക്കും. ഇനി അതൊക്കെ കഴിഞ്ഞ് അംഗീകാരമാണ്. പദ്ധതിക്ക് ബജറ്റിൽ പണം അനുവദിക്കാം. അതാണ് അംഗീകാരം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ. ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പദ്ധതിക്ക് പണം അനുവദിക്കുമ്പോൾ അത് എന്തായി, അതിൻ്റെ ഒരു അംഗീകാരമായി. പിന്നെ ചില കേസിൽ നിബന്ധനകളോടെയുള്ള അംഗീകാരം കൊടുക്കാറുണ്ട്. അതായത് ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം അംഗീകാരം നൽകി. അല്ലാത്ത കേസിൽ സാമ്പത്തികമായി ലാഭകരം അല്ലാത്തതോ നിലവിലുള്ള സാഹചര്യത്തിൽ ആവശ്യമില്ലാത്തതോ ആയ പദ്ധതികൾ അത് തള്ളിക്കളയും ശരിക്കും. അതാണ് ഉള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭരണവകുപ്പ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയുടെ ആവശ്യകത മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ധനകാര്യ വകുപ്പ് പദ്ധതിയുടെ സാമ്പത്തികമായ നിലനിൽപ്പും അച്ചടക്കവുമാണ് പരിശോധിക്കുന്നത്. ഇതാണ് ഇവരുടെ രണ്ടിൻ്റെയും സ്ക്രൂട്ടിനികൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പാർട്ട് റെക്കറിങ്ങിൽ. അതിൻ്റെ ഒരു കാര്യമില്ല. റെക്കറിങ്ങിലാണ് ഇത് വരിക. പാർട്ട് 2-ലാണ് ഇത് കാര്യമായിട്ട് വരുന്നത്. നോൺ റെക്കറിങ്ങിൽ സ്ഥിരമായിട്ട് കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ചെലവുകളാണ് പാർട്ട് 1-ൽ വരുന്നത്. ഓക്കെ. ഇനി ബജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങളും വിഭാഗങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ട്, വിശദമായ എസ്റ്റിമേറ്റ് ഉണ്ട്, വിശദമായ ഗ്രാൻഡ് ഇൻ എയ്ഡ് ബജറ്റ് ഉണ്ട്, വർക്കുകളുണ്ട്, സ്കീം 1 പാർട്ട് 1-ലെ സ്കീമുകളുണ്ട്, പാർട്ട് 2-ലെ സ്കീമുകളുണ്ട്, ഐഡന്റിഫൈഡ് സ്കീംസ് ഉണ്ടാവും. പിന്നെ ബജറ്റിൽ പാർട്ട് 2 സ്കീമുകൾ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും പരാമർശിച്ചിട്ടുണ്ടാവും. ഇതാണ് ബഡ്ജറ്റ്. ഇതൊക്കെയാണ് പിന്നെയും ഉണ്ട് കുറെ കാര്യങ്ങൾ. ഈ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പൊ നമ്മളിപ്പോൾ തയ്യാറാക്കിൻ്റെ ഒരു പ്രാരംഭഘട്ടം മാത്രമാണ് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബജറ്റ് വർഷത്തിൽ, അത് ഞാൻ വിശദമായിട്ട് പറയുകയാണ്. പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ഒരു ബജറ്റ് വർഷത്തിൽ വകയിരുത്തുന്ന തുക കൊണ്ട് എന്ത് ലക്ഷ്യങ്ങളാണ് കൈവരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന് മുൻഗണന നൽകുന്ന രീതിയാണ് ശരിക്കും ഈ പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ഇവിടെ ഈ പെർഫോമൻസ് ബഡ്ജറ്റിംഗിൽ കേവലം ചെലവുകൾ മാത്രം രേഖപ്പെടുത്തുന്നതിന് പകരം പണം ചിലവഴിക്കുന്നതിൻ്റെ ഫലമായി എന്ത് നേട്ടമുണ്ടാകുന്നു എന്നതിനാണ് അതായത് ഔട്ട്പുട്ട് ആൻഡ് ഔട്ട്കം, അതിനാണ് ഇവിടെ പ്രാധാന്യം. പണം ചെലവഴിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. എന്ത് ഔട്ട്പുട്ട് കിട്ടുന്നു, അല്ലെ അതിൻ്റെ ഔട്ട്കം എന്താണ് എന്നതിനാണ് ഈ പെർഫോമൻസ് ബഡ്ജറ്റിങ്ങിൽ പ്രാധാന്യം.
ഇനി ഇങ്ങനെ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി പറയുമ്പോൾ ഓരോ വകുപ്പും തങ്ങൾക്ക് അനുവദിച്ച തുക കൊണ്ട് എന്ത് പ്രകടനം കാഴ്ചവെച്ചു എന്ന് വ്യക്തമാക്കാൻ ഇത് ഈ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് നിർബന്ധിതമാകുന്നുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട ലക്ഷ്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കാൻ സഹായിക്കുന്നു എന്നതാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗിന്റെ മറ്റൊരു പ്രാധാന്യം. ഇനി വിഭവങ്ങൾ വെറുതെ ചെലവാക്കുന്നതിന് പകരം കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും വേണ്ടി ഈ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് സഹായിക്കുന്നു. മറ്റൊന്ന്, സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് ജനങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കുന്നു എന്നതാണ് ഈ പെർഫോമൻസ് ബഡ്ജറ്റിങ്ങിൻ്റെ ഒരു പിന്നെ മേന്മ എന്ന് പറയുന്നു. ഇപ്പൊ പെർഫോമൻസ് ബഡ്ജറ്റിന്റെ ഘടന എന്ന് പറയുന്നത്, സാധാരണ പെർഫോമൻസ് ബഡ്ജറ്റ് റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ആമുഖം ഉണ്ടായിരിക്കും. അതായത് വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ, പ്രോഗ്രാം അല്ലെങ്കിൽ പ്രൊജക്റ്റ് വിവരണം ഉണ്ടാവും. അതായത് വകുപ്പിന്റെ കീഴിലുള്ള വിവിധ പദ്ധതിയുടെ വിശദാംശങ്ങൾ. പിന്നെ ലക്ഷ്യങ്ങളും നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതായത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് പുറമെ ഭൗതികമായിട്ട് എത്രത്തോളം നേട്ടങ്ങൾ, ഉദാഹരണത്തിന് എത്ര കിലോമീറ്റർ റോഡ് പണിതു, അല്ലെങ്കിൽ എത്ര പേർക്ക് സഹായം നൽകി, ഇത്തരത്തിലുള്ള കണക്ക്. മറ്റൊന്ന്, ഈ പെർഫോമൻസ് ബഡ്ജറ്റിൽ വരുന്നത് സാമ്പത്തിക ഫിനാൻഷ്യൽ ഔട്ട്ലേ ആണ്. അതായത് സാമ്പത്തിക വിശകലനം. പദ്ധതികൾക്കായിട്ട് വകയിരുത്തിയ തുകയും ചിലവഴിച്ച തുകയും തമ്മിലുള്ള താരതമ്യം നടത്താറുണ്ട്. ഇനി മറ്റൊന്നാണ്, ഇനി അവസാനം ഈ പെർഫോമൻസ് ബഡ്ജറ്റിൽ വരുന്ന ഒന്നാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ ഇവാലുവേഷൻ അഥവാ അതിന് മൂല്യനിർണ്ണയം എന്ന് നമുക്ക് പറയാം. ബജറ്റ് വർഷാവസാനം കഴിഞ്ഞിട്ടാണ്, ബജറ്റ് വർഷാവസാനം അല്ലെങ്കിൽ പദ്ധതിയുടെ നിശ്ചിത ഘട്ടങ്ങളിൽ നടത്തുന്ന പരിശോധനകളാണ് ഇതിലുള്ളത്. ഇപ്പൊ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു പദ്ധതിക്കായിട്ട് വകയിരുത്തിയ തുക ഫലപ്രദമായിട്ട് വിനിയോഗിച്ചോ എന്നും ലക്ഷ്യമിട്ട ഫലങ്ങൾ ലഭിച്ചോ എന്നും ശാസ്ത്രീയമായി പരിശോധിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ ഇവാലുവേഷൻ. ഇത് ശരിക്കും വെറും ഒരു കണക്ക് പരിശോധനയല്ല, മറിച്ച് പദ്ധതിയുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും അളക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ ഇവാലുവേഷനിൽ ശരിക്കും ലക്ഷ്യവും നേട്ടവും തമ്മിലുള്ള താരതമ്യം ഉണ്ടായിരിക്കും. അതായത് പദ്ധതി തുടങ്ങുമ്പോൾ നിശ്ചയിച്ചിരുന്ന ചില ഫിസിക്കൽ ടാർഗറ്റ് ഉണ്ടാവും, ഭൗതിക ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അത് യഥാർത്ഥത്തിൽ കൈവരിച്ച നേട്ടങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യും. മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അതായത് ഗുണപരമായിട്ടുള്ള വിശകലനം ഈ ഇവാലുവേഷനിൽ നടക്കുന്നുണ്ട്. അതായത് ചെലവഴിച്ച പണം വഴി ഗുണഭോക്താക്കൾക്ക് ശരിക്കും പ്രയോജനം ലഭിച്ചോ എന്നും ജീവിത നിലവാരത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്നും ഈ ഇവാലുവേഷനിൽ പരിശോധിക്കും. ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ കാര്യക്ഷമത പരിശോധനയാണ്. അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചോ എന്നും അനാവശ്യമായ കാലതാമസവും ചെലവും ഒഴിവാക്കാൻ കഴിഞ്ഞോ എന്നും ഇവാലുവേഷനിൽ വിലയിരുത്തുന്നുണ്ട്. ഇനി അതിലെന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തത്. പദ്ധതി നടപ്പിലാക്കുമ്പോൾ വന്നിട്ടുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ കണ്ടെത്തുകയും ഭാവിയിലെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അവ തിരുത്താനുള്ള നിർദ്ദേശങ്ങൾ രൂപീകരിക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞാൽ എന്ത് ലഭിച്ചു എന്നതിനേക്കാൾ ഉപരിയായി എന്ത് മാറ്റം സംഭവിച്ചു. എന്ത് ലഭിച്ചു എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടാണ്. അപ്പൊ എന്ത് മാറ്റം സംഭവിച്ചു എന്ന് പറയുന്നത് ഔട്ട്കമാണ് എന്നതിലാണ്, ശരിക്കും ഔട്ട്കമ്മിലാണ് ഇവാലുവേഷൻ മുൻഗണന നൽകുന്നത്. അതായത് എന്തു മാറ്റം സംഭവിച്ചു എന്നതിലാണ് ഇവാലുവേഷനിൽ മുൻഗണന സംഭവിക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ബഡ്ജറ്റ് പ്രിപ്പറേഷനിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവാലുവേഷൻ തുടക്കത്തിൽ വരുന്നതല്ല,
പദ്ധതിയുടെ ഒരു പകുതിയോ മുക്കാൽ ഭാഗമോ അല്ലെങ്കിൽ ബജറ്റിന്റെ അവസാന ഘട്ടത്തിലോ ആണ് ഈ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പം നമുക്ക് ഈ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.